മായ ആഞ്ചലു എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ റീയൂണിയൻ. ദ റീയൂണിയനിൽ മെമ്മറി, എസ്ട്രേഞ്ച്മെന്റ്, ഫ്രാജൈൽ ഫാമിലി ബോൺസ് പോലുള്ള തീംസ് ആണ് എക്സ്പ്ലോർ ചെയ്തത്. ഇമോഷണൽ ഓണസ്റ്റി ആൻഡ് യൂണിവേഴ്സാലിറ്റി എന്നുള്ള മായ ആഞ്ചലുവിന്റെ ടിപ്പിക്കൽ റൈറ്റിംഗ് സ്റ്റൈലാണ് ഇമോഷണൽ ഓണസ്റ്റി ആൻഡ് യൂണിവേഴ്സാലിറ്റി. ഈ പ്ലോട്ടിന്റെ ഫോക്കസ് ഒരു മീറ്റിംഗ് ബിറ്റ്വീൻ നറേറ്റർ ആൻഡ് എസ്ട്രേഞ്ച്ഡ് മദർ ആഫ്റ്റർ ഇയേഴ്സ് അപ്പാർട്ട്. മകളും അമ്മയും തമ്മിൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതിന്റെ ആ ഒരു റീയൂണിയൻ ആണ് ഇവിടെ ഫോക്കസ് ഔട്ട് ചെയ്യുന്നത്. സെൻട്രൽ ഇമോഷൻ വരുന്നത് ലോങ്ങിങ് ഫോർ മെറ്റേണൽ ലവ് വേഴ്സസ് പെയിൻഫുൾ റിയാലിറ്റി. അപ്പം അത്ര കാലം ഡിസ്റ്റന്റ് ആയിട്ടിരുന്നത് ആ ഒരു ആഗ്രഹം, മെറ്റേണൽ ലവും പെയിൻഫുൾ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഇത്രയും വർഷങ്ങൾ കടന്നു പോയി എന്നുള്ള ആ ഒരു പെയിൻഫുൾ റിയാലിറ്റിയാണ് വിളിച്ചത്. മദർ ഡോട്ടർ ഡൈനാമിക്. മദർ ഡിസ്റ്റന്റ് ആണ്, ഫ്ലോഡ് ആണ്, ഐഡിയലൈസ്ഡ് അല്ല. ഡോട്ടർ ഇസ് ടോൺ ബിറ്റ്വീൻ ടെൻഡർനെസ് ആൻഡ് റിസെന്റ്മെന്റ്, ഹോപ്പ് ആൻഡ് ബോൾഡ്നെസ്. ഈ ഒരു റിയൂണിയന്റെ നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ ഫിസിക്കൽ, ഇറ്റ്സ് ഇമോഷണൽ ആൻഡ് സിംബോളിക്. ഈ ഒരു ഡിസയർ ഫോർ റീകൺസിലിയേഷന്റെയും ഫിയർ ഓഫ് ഡിസപ്പോയിന്റ്മെന്റിന്റെയും തമ്മിലുള്ള ആ ഒരു അതിനിടയ്ക്കുള്ള ഒരു ടെൻഷൻ ഉണ്ട്, അതാണ് ഇവിടെ മെയിൻ ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ഇമോഷണൽ കോംപ്ലക്സിറ്റി ഒരു നീറ്റ് റെസൊല്യൂഷൻ അല്ല. forgiveness and understanding are incomplete because they are humans. പെർഫെക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻസ് അല്ല, അതുകൊണ്ട് ഫോർഗിവ്നെസ്സും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. റിവീൽസ് വൾണറബിലിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് ന്യൂ ബിഗിനിങ്സ്. അപ്പോൾ ഇവിടെ ഒരു ഹോപ്പിന്റെ കൂടെ ഇതുണ്ട്, പോസിബിലിറ്റി ഓഫ് ന്യൂ ബിഗിനിങ്സ്. ഓൾറെഡി വൾണറബിൾ ആണ്, ആ കൂടെ ഒരു ഹോപ്പ് ഫോർ ന്യൂ ബിഗിനിങ്. തീംസ് ആൻഡ് ബ്രോഡർ കണ്ടക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മായ ആഞ്ചലുവിന്റെ എക്സ്പ്ലോറേഷൻ ഓഫ് ഐഡന്റിറ്റി, റെസൈലിയൻസ് ആൻഡ് ലവ് speaks to universal struggle of reconciling with the past. Healing possible through acknowledgement, empathy and courage. Direct lyrical prose ആണ് infused with memories rhythm. Emphasis on silence, gestures and unspoken words. ഈ സ്റ്റോറിയുടെ ദ റിയൂണിയൻ എന്ന ഷോർട്ട് സ്റ്റോറിയുടെ കോർ ഐഡിയ എന്ന് പറയുന്നത് about courage, facing wounds, seeking connection without guarantees and embracing imperfect but hopeful relationships. ജീവിതത്തിൽ കറേജും ഹോപ്പും ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് ആഞ്ചലു പറയുന്നത്. ലൈഫിൽ ഉണ്ടാവുന്ന പല ചാലഞ്ചസിനെയും ഫേസ് ചെയ്യാനായിട്ട് കറേജ് വേണം. 1958 ആണ് സെറ്റിംഗ്. ചിക്കാഗോയിലാണ്, ഒരു ജാസ് സീനാണ്, ബ്ലൂ പാം കഫേയിലാണ്. എൻ്റെ പറഞ്ഞ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫിലോമിന ജെർക്കിൻസും ഉണ്ട്, ബെത്ത് ആൻഡ് ബേക്കറും ഉണ്ട്. ഫിലോമിന ഒരു ടാലന്റഡ് ബ്ലാക്ക് പിയാനിസ്റ്റ് ആണ് വിത്ത് എ കോംപ്ലക്സ് പാസ്റ്റ്. ബെത്ത് ആൻഡ് ബേക്കർ ഒരു വൈറ്റ് വുമൺ ആണ് ഫ്രം ജോർജിയ, ഗ്രാപ്ലിംഗ് വിത്ത് ഹെർ ഹെറിറ്റേജ് ആൻഡ് ഫാമിലിയർ റേസസ്. സെറ്റിംഗ് ഒരു വൈബ്രന്റ് സോൾഫുൾ റിതംസ് ഓഫ് ജാസ് ഉള്ള സ്ഥലത്താണ്, റിഫ്ലക്റ്റിംഗ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ഓഫ് ദ ക്യാരക്ടേഴ്സ്. ഫിലോമിന പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെർവിങ് ആസ് എ പവർഫുൾ ഇല്ലസ്ട്രേഷൻ ഓഫ് ഇന്നർ ലൈഫ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. അപ്പം അവിടെ ഒരു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു റീയൂണിയൻ ആണ്. ഫിലോമിന പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബെത്തിനെ കാണുന്നത്. ബെത്തിനെ കാണുന്നതോട് കൂടിയിട്ട് ഫിലോമിനയുടെ മനസ്സിലെ ചൈൽഡ്ഹുഡ് മെമ്മറീസിലേക്കും അവരുടെ പെയിൻഫുൾ പാസ്റ്റിലേക്കും ഒക്കെ പോവുകയാണ്. അങ്ങനെ ആ ഒരു ഇമോഷണൽ ടേമോയിൽ അവരുടെ പിയാനോ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിലേക്കും അത് ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അങ്ങനെ അത് ഭയങ്കര വൈബ്രന്റ് ആവുകയാണ്. ആൾക്കാർക്കെല്ലാം, ഓഡിയൻസിനെല്ലാം ഇഷ്ടപ്പെട്ട് അവർ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഇന്നർ ടേമോയിലാണ് ആ മ്യൂസിക് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് പോയത്. പക്ഷെ ഈ പോയിന്റിൽ ബെത്ത് കാണിക്കുന്നത് പേഴ്സണൽ റെബല്യൻ ആണ്. ആൻഡ് ഫിലോമിന ബെത്തിനെ കാണുന്ന ഒരു ബ്ലാക്ക് മാൻ്റെ കൂടിയിട്ടാണ്. അങ്ങനെയാണ് ഫിലോമിന പഴയ മെമ്മറീസിലേക്ക്. ഇവർ രണ്ടുപേരും ജോർജിയയിലെ ചൈൽഡ്ഹുഡ് അക്വൈൻറ്റൻസ് ആയിരുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് മാനോടുകൂടി കണ്ടപ്പോഴത്തേക്കും ഫിലോമിന പഴയ മെമ്മറീസിലേക്ക് പോവുകയും അവരുടെ മ്യൂസിക് അതിനനുസരിച്ച് നന്നായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ബെത്ത് കാണിക്കുന്നത് പേഴ്സണൽ റെബല്യൻ ആണ്. ഒരു മൾട്ടി ഫേസറ്റഡ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. എക്സ്പ്ലോറിംഗ് ഫാക്ടേഴ്സ് ഓഫ് പവർ, പ്രിവിലേജ് ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫെൻസ് അഗെയിൻസ്റ്റ് സോഷ്യൽ നോർംസ്. ഫിലോമിനയുടെ റിഫ്ലക്ഷൻസ് നോക്കാം.
Woven with her music delves into themes of resilience and identity, reclamation within cohesive society. Uses complexities of race and identity as tools to reclaim her sense of self and assert her cultural heritage. അവരുടെ കൾച്ചറൽ ഹെറിറ്റേജ് കൊണ്ടുവരാൻ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനും സെൽഫ് അസേർഷൻ നടത്താനായിട്ട് ഒരു ടൂളായിട്ട് ആണ് റേസിനെ ഐഡന്റിറ്റി ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക. ഇനി ബെത്തിന്റെ ഇന്നർ സ്ട്രഗിളിലേക്ക് പോവാൻ എംബോഡിയിങ് കോൺട്രഡിക്ഷൻ ആൻഡ് ചാലഞ്ചസ് ഓഫ് ക്രോസിംഗ് റേഷ്യൽ ലൈൻസ് ഡ്യൂറിങ് സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ ടേർമോയിൽ. ഒരു ബ്രോഡർ സോഷ്യൽ ചേഞ്ചിന്റെ സിമ്പിളാണ് ബെത്ത്, വേർ റേഷ്യൽ ഐഡന്റിറ്റീസ് ബിക്കം ബ്ലർ. ഈ ഫിലോമിനയുടെ ഗ്രോത്തും എംപവർമെന്റും ഉണ്ടായത് മ്യൂസിക്കിലൂടെയാണ് അല്ലെങ്കിൽ ആർട്ടിലൂടെയാണ്. ഇറ്റ്സ് കോൺട്രാസ്റ്റ് വിത്ത് ബെത്ത്സ് ഇൻ ടേർമോയിൽ. അപ്പോൾ ഫിലോമിനയ്ക്ക് അവിടെ പേഴ്സണൽ ഗ്രോത്തും എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാവുമ്പോൾ ബെത്ത് ഇപ്പോഴും ഇന്നർ ടേർമോയിലാണ്. ഇല്ലസ്ട്രേറ്റ്സ് ഇൻഡിവിജ്വൽ ജേർണീസ് ഓഫ് ക്യാരക്ടേഴ്സ്. വർഷങ്ങൾക്ക് മുമ്പ് ബെത്ത് ആ ഒരു ബ്ലാക്ക് മാനിനെ മാരി ചെയ്യാൻ തീരുമാനിച്ചത് അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇവിടെ റിവീൽ ചെയ്യപ്പെടുന്നത് ഡീപ് സീറ്റഡ് റേഷ്യൽ പ്രെജുഡിസസും പിന്നെ ഫാമിലിയൽ ഡിസ്കോർഡും ഒക്കെയാണ് റിവീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിമനെ പോർട്രേ ചെയ്തിരിക്കുന്നത് ബോത്ത് ആസ് ഫിയേഴ്സ്ലി ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽസ് ആയിട്ടാണ്. രണ്ടുപേരും ബോത്ത് വിമൻ ആർ ഫിയേഴ്സ്ലി ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽസ്. ഫിലോമിന സക്സസ് കണ്ടെത്തുന്നത് സക്സസും സെൽഫ് അവയർനെസ്സും കണ്ടെത്തുന്നത് ആർട്ടിലൂടെയാണ്, ഷോക്കേസിങ് കോംപ്ലക്സിറ്റീസ് ഓഫ് ദെയർ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ലൈഫ്സ്. ഫിലോമിനയുടെ പാസ്റ്റ് പോവർട്ടി നിറഞ്ഞതായിരുന്നു, പക്ഷെ ഇപ്പൊ അവർക്ക് സക്സസ് കിട്ടുന്നുണ്ട്. ത്രൂ ഹർ ഷീ ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് ഹർ ഐഡന്റിറ്റി ത്രൂ മ്യൂസിക് ആൻഡ് ആർട്ട്. ലാർജർ സൊസൈറ്റിയൽ ചേഞ്ചസിനെയും റേഷ്യൽ ഡിവിഷൻസ് ഓഫ് ദ ടൈമിനൊക്കെയാണ് ഇവിടെ സോഷ്യൽ കണ്ടക്സ്റ്റ് ആയിട്ട് വരുന്നത്. shedding light on struggles of navigating racial prejudices and social norms. ഈ ഒരു ബ്ലൂ പാൻ കഫേയിലുള്ള ആ ഒരു കോൺവെർസേഷൻ എക്സാമിൻ ചെയ്യുന്നത് ബോത്ത് പാസ്റ്റ് എക്സ്പീരിയൻസസ് ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ചേഞ്ച്. പാസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നുണ്ട്, ആ കൂടെ തന്നെ ഒരു ഹോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചേഞ്ചിനുള്ള ആ ഒരു പ്രതീക്ഷ, ഒരു പൊട്ടൻഷ്യൽ ഫോർ ചേഞ്ച്, ആ ഒരു ഹോപ്പ് അല്ലെ ആ ഒരു പ്രതീക്ഷയുടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. They imagine a future that is full of empathy, reconciliation and social progress. Reflects on complexities associated with social transformations and personal price of defining societal rules. അപ്പം societal rules define ചെയ്യുമ്പോൾ പല personal laws ഒക്കെ ഉണ്ടാവുന്നുണ്ട്, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. Comments on human existence, the issues of social injustice and how we can create a world that is more just. ബ്രോഡനിങ് പെർസ്പെക്റ്റീവ്സ് എന്നുള്ളത് ഒരു എഫക്റ്റീവ് ടൂളാണ്, ഒരു എഫക്റ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ് ഫോർ റിഫ്ലക്റ്റിംഗ് ആൻഡ് എക്സാമിനേഷൻ, പ്രൊവോക്കിംഗ് റീഡേഴ്സ് ടു വർക്ക് ഫോർ ഫെയറിയർ ആൻഡ് മോർ ടോളറന്റ് വേൾഡ്. ഈ ഒരു പ്രോഗ്രസിനിടയിലും ആഞ്ചലു എംഫസൈസ് ചെയ്യുന്നത് ഓൺഗോയിങ് സൊസൈറ്റിയൽ പ്രോബ്ലംസ് തന്നെയാണ്. ആൻഡ് ഏർജിങ് റീഡേഴ്സ് ടു കൺഫ്രണ്ട് ആൻഡ് അഡ്രസ് ദം. അപ്പോൾ ഇപ്പോഴത്തെ റീഡേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ടു confront and address the ongoing social problems. ഈ ഒരു സാഗ ഓഫ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സ് പോർട്രേ ചെയ്യുന്നത് ഇൻസിസ്റ്റൻസ് ഓഫ് റേഷ്യൽ ടെൻഷൻ ആൻഡ് സോഷ്യൽ ഡിവിഷൻസ് ആണ്. തീംസ് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. റിസൈലൻസ്, മെമ്മറി ആൻഡ് ആർട്ടിസ്റ്റിക് ഇന്റഗ്രിറ്റി. ഈ ഒരു നറേറ്റീവ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഹൗ പാസ്റ്റ് ട്രോമ ക്യാൻ ഫ്യൂവൽ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ and how authenticity ultimately triumphs over superficial privilege. അപ്പോൾ പാസ്റ്റ് ട്രോമ ഇപ്പോഴത്തെ ക്രിയേറ്റീവ് എക്സ്പ്രഷനെ എങ്ങനെ ബെറ്റർ ആക്കും എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൗ ഓതന്റിസിറ്റി അൾട്ടിമേറ്റ്ലി ട്രയംഫ്സ് ഓവർ സൂപ്പർഫിഷ്യൽ പ്രിവിലേജ്. സൂപ്പർഫിഷ്യൽ പ്രിവിലേജിന്റെ മുകളിൽ ഓതന്റിസിറ്റിക്കുള്ള ഒരു അൾട്ടിമേറ്റ് ട്രയംഫ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. റേഷ്യൽ ആൻഡ് ക്ലാസ് ടെൻഷൻസ്. Philomena's encounter with childhood acquaintance Bethelode, the story examines the lingering wounds of racism and disparity. Main characters: Philomena Jerkins, a black jazz pianist whose past was shaped by poverty and prejudice and has forged her strength in artistry. Beth Ann Baker, a wealthy white woman from Philomena's past, representing privilege. Publicly ഇപ്പോൾ ഒരു ബ്ലാക്ക് മാനെ ഡേറ്റ് ചെയ്യാണ്. ഷീ റീഇഗ്നൈറ്റ്സ് ഓൾഡ് ടെൻഷൻസ് ആൻഡ് സ്റ്റിൽസ് കോംപ്ലക്സ് ഇമോഷൻസ് ഇൻ
ഫിനോമിന. ബെത്ത് ആൻഡ് ബേക്കറിന്റെ കേസിൽ പ്രിവിലേജ്ഡ് പാസ്റ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ആ റേഷ്യൽ ബൗണ്ടറീസ് എല്ലാം കടന്നു വന്നൊരു ട്രോമയിലാണ്, ഒരു സ്ട്രഗിളിലാണ്. ഇത് ഒരു ഓൾഡ് ടെൻഷൻസിനെയും കോംപ്ലക്സ് ഇമോഷൻസിനെയും ഒക്കെ ഫിനോമിനയുടെ മൈൻഡിൽ ഇഗ്നൈറ്റ് ചെയ്യുകയാണ്. പ്ലോട്ട് ഹൈലൈറ്റ്സ് നോക്കാം. ഈ അൺഎക്സ്പെക്ടഡ് റിയൂണിയൻ ആണ്. അപ്പോൾ ഒരു പാൻ കഫേയിൽ, ബ്ലൂ പാൻ കഫേയിൽ പെർഫോം ചെയ്യുന്നതിനിടയ്ക്ക് ഫിലോമിന ബെത്ത് ആൻഡ് ബേക്കറിനെ കാണുകയാണ്. നോൺ ഫ്രം ഹർ പാസ്റ്റ് ഇൻ ജോർജിയ, സിറ്റിംഗ് വിത്ത് ആൻ അട്രാക്റ്റീവ് ബ്ലാക്ക് മാൻ. അപ്പോൾ മെമ്മറീസ് അറോസ്റ്റ്, മെമ്മറീസ് വരികയാണ്, പഴയ മെമ്മറീസ്. The site resurrects painful memories. Her parents' hard labor for bakers, extreme poverty and racist sisters. അപ്പോൾ ഫിലോമിനയുടെ പാസ്റ്റ് എന്ന് പറയുന്നത് പെയിൻഫുൾ മെമ്മറീസ് ആണ്, ട്രോമാസ് ആണ്. പേരൻസിന്റെ ഹാർഡ് ലേബറും ഒക്കെയാണ് ഫിലോമിന ഓർക്കുന്നത്. മ്യൂസിക്കൽ റെസ്പോൺസ്, ഫിലോമിന ഇവരുടെ ഈ ഒരു ഇമോഷണൽ അപ്പീലിനെ അല്ലെങ്കിൽ ആ മെമ്മറീസിനെ ഓർത്തുകൊണ്ടിരുമ്പം അത് അവരുടെ പെർഫോമൻസിൽ അല്ലെ മ്യൂസിക്കൽ പെർഫോമൻസിൽ അതൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുകയാണ്. അവരുടെ ഇമോഷണൽ അപ്പീവൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നതിലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുകയാണ്. ഇൻഫ്യൂസിങ് സോളോ വിത്ത് മ്യൂസിക് ട്രൂത്ത്. അപ്പൊ ആ ഒരു സോളോ മ്യൂസിക്കിനെ ട്രൂത്ത്, അവരുടെ മനസ്സിലുള്ള പെയിനും മെമ്മറീസും എല്ലാം കൂടെ കൂടി ഒരു ജെന്യുവിൻ മ്യൂസിക് ആയിട്ട് വരികയാണ്. ഏർണിംഗ് ജെന്യുവിൻ അപ്ലോസ് ഫ്രം ഹർ ഡിസ്കേർണിംഗ് ഓഡിയൻസ്. കൺഫ്രണ്ടേഷൻ ആൻഡ് ഡിപ്പാർച്ചർ, ഇന്റർമിഷൻ ആകുമ്പോഴത്തേക്കും ബെത്ത് റിട്ടേൺ ചെയ്യാണ്. ട്രൈസ് ഓക്വേർഡ്ലി ടു റീകണക്ട് ആൻഡ് ഷെയർസ് ഹർ എൻഗേജ്മെന്റ് ടു ബ്ലാക്ക് മാൻ. ഫിലോമിന ഇതിനെ കാണുന്നത് ബെത്തിന്റെ ഒരു സൂപ്പർഫിഷ്യാലിറ്റി ആയിട്ടാണ്. ഷീ ഡിസ്കേൺസ് ഇറ്റ്. പിന്നെ പറയാണ്, ഗുഡ് ബൈ ബെത്ത്, ടെൽ യുവർ പേരൻസ് ഐ സെഡ് ടു ഗോ ടു ഹെൽപ്പ് ആൻഡ് ടേക്ക് യു വിത്ത് ദം. അപ്പൊ ഇവിടെ ഒരു പവർ, എപ്പിഫനി ഓഫ് പവർ. ദ എൻകൗണ്ടർ റിലീസസ് ഫിനോമിന ഫ്രം ഇമോഷണൽ ബർഡൻസ്. ഷീ റിയലൈസസ് ഹർ മ്യൂസിക് born of hard-won experience is far more authentic and enduring than follow comforts of privilege. അപ്പോൾ ഒരു എപ്പിഫനി ഓഫ് പവർ വരികയാണ്. ഫിലോമിനയ്ക്ക് മനസ്സിലാവുകയാണ് തൻ്റെ മ്യൂസിക്, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു, അല്ലെ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഇപ്പോൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു, ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ഹാർഡ് വോൺ എക്സ്പീരിയൻസ്. കഷ്ടപ്പെട്ട്, വർഷങ്ങൾ കഷ്ടപ്പെട്ട്, അല്ലെ പാസ്റ്റിൽ നിന്ന്, പോവർട്ടി നിറഞ്ഞ പാസ്റ്റിൽ നിന്ന് ഇപ്പോൾ നല്ലൊരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ എഫേർട്ട്. അത് more authentic and enduring than the hollow comforts of privilege that Beth and Elizabeth experienced once. Tone വരുന്നത് ironic-ഉം emotionally charged ആണ്, also empowering. The tone balances gritty realism with moments of pride and freedom, culminating in Philomena's emotionally liberating realization. Central idea വരുന്നത്, the true fulfillment comes from authenticity and artistic integrity, often shaped by adversity, not from wealth or social status. വെൽത്തിൽ നിന്നോ സോഷ്യൽ സ്റ്റാറ്റസിൽ നിന്നോ അല്ല ട്രൂ ഫുൾഫിൽമെന്റ് വരുന്നത്. ഇറ്റ് കംസ് ഫ്രം ഓതന്റിസിറ്റി ആൻഡ് ആർട്ടിസ്റ്റിക് ഇന്റഗ്രിറ്റി, ഓഫൺ ഷേപ്ഡ് ബൈ അഡ്വേഴ്സിറ്റി. ദ റിയൂണിയനിലെ മേജർ തീംസിലേക്ക് ഒന്ന് നോക്കാം. ഒരു വെറൈറ്റി ഓഫ് മീനിങ്ഫുൾ തീംസ് ആണ് ദാറ്റ് കൺവേസ് ദ ഇൻട്രിക്കസീസ് ഓഫ് ഹ്യൂമൻ കണക്ഷൻസ്, സൊസൈറ്റിയൽ നോംസ് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ്. ഇറ്റ് ക്രിയേറ്റ്സ് എ പിക്ചർ ഓഫ് സ്ട്രഗിൾസ് ആൻഡ് ദ കോംപ്ലക്സിറ്റീസ് ദാറ്റ് ക്യാരക്ടേഴ്സ് ഗോ ത്രൂ. റേസ് ആൻഡ് സോഷ്യൽ ഡിവൈഡ്സ് ആണ് ആദ്യത്തെ തീം. ഈ സ്റ്റോറി ഡെലിവ് ചെയ്യുന്നതിന്റെ പെർവേസീവ് ഇമ്പാക്ട് ഓഫ് റേഷ്യൽ സെപ്പറേഷൻ ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്സ്. സൊസൈറ്റിയൽ നോംസും റേഷ്യൽ ബാരിയേഴ്സും ഇന്ററാക്ഷൻസിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഫിലോമിനയും ബെത്തും എസ്ട്രെയിൻ ചെയ്യപ്പെടുകയാണ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ സൊസൈറ്റിയൽ ഫോഴ്സസ്. ബെത്തിന്റെ അസോസിയേഷൻ വിത്ത് റേഷ്യലി prejudiced family underscores profound consequences of racism and friendships. ഒരു decisive role in societal norms play a big part in shaping interpersonal dynamics. The complexity of navigating relationships in face of racial prejudice എന്നൊരു ടോപ്പിക്കിനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അടുത്ത തീം ഫോർഗിവ്നെസ് ആൻഡ് റീകൺസിലിയേഷൻ ആണ്. ഈ ഒരു നറേറ്റീവ് എക്സ്പ്ലോർ ചെയ്യുന്നത് തീംസ് ഓഫ് ഫോർഗിവ്നെസ്സും റീകൺസിലിയേഷനും. ബെത്ത് ഫോർഗിവ്നെസ് സീക്കുകയാണ് ഫോർ പാസ്റ്റ് മിസ്റ്റേക്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ റേഷ്യൽ പ്രെജുഡിസസ്. ഇത് ഒരു റിഫ്ലക്ഷനിലേക്ക് ലീഡ് ചെയ്യാണ് ഓൺ പോസിബിലിറ്റി ഓഫ് റീസ്റ്റോറിംഗ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. അവിടെ ഒരു ഹോപ്പ്, ഇത്ര നാൾ നടന്നു അങ്ങനെ ഇനി ഒരു
നല്ല ബെറ്റർ ഫ്യൂച്ചറിലേക്ക് ഒരു ഹോപ്പ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബെത്തിന്റെ ഈ ഒരു അക്നോളജ്മെന്റ് prompts reflections on potential for genuine reconciliation after betrayal. ആ ഒരു ബിട്രയലിന് ശേഷം ഒരു genuine reconciliation ഉള്ള hope ആണ് റീഡേഴ്സിന് അവിടെ തരുന്നത്. Reflections on whether individuals can overcome deep-seated hurt to rebuild relationships. Identity and authenticity ആണ് അടുത്ത തീം. Contrast between Philomena's career and contrast between Philomena's career as a jazz musician and Beth's adherence to social norms. Philomena അവരുടെ കഷ്ടപ്പാടെല്ലാം കടന്ന് അവർ ഒരു ഇൻഡിവിജ്വാലിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് യൂസിങ് ഹർ മ്യൂസിക്കൽ ടാലൻസ്. വേറസ് ബെത്ത് ഇപ്പോഴും സോഷ്യൽ നോംസുമായിട്ട് അഡ്ഹെയർ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഹൈലൈറ്റിംഗ് ടെൻഷൻ ബിറ്റ്വീൻ കൾച്ചറൽ അക്സെപ്റ്റൻസ് ആൻഡ് കൺഫോമിറ്റി. ഈ ഒരു സ്റ്റോറി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വാലിഡിറ്റി ഓഫ് പേഴ്സണൽ ചോയ്സ് ഇൻ ദ ഫേസ് ഓഫ് സൊസൈറ്റൽ പ്രഷറിനെയാണ്. Examines burden of maintaining authenticity in a society that prioritizes conformity. Regret and reflection ആണ് അടുത്ത theme. Characters reflect on their choices that led to their estrangement. Themes of regret and reflection emerges, prompting contemplation of long-term consequences of their actions. അപ്പോൾ അവരന്ന് മെച്ചുവർ അല്ലായിരുന്ന പ്രായത്തിൽ അവരുടെ ഭാഗത്തുനിന്നുള്ള ആക്ഷൻസിന്റെ കോൺസിക്വൻസിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇപ്പൊ കാണാൻ പറ്റുന്നത്. Beth in the bitterness towards the end of their friendship due to her husband's racism. അപ്പോൾ ബെത്ത് ഇപ്പോഴും ബിറ്റർ ആണ് towards the end of their friendship. അവരുടെ ഹസ്ബൻഡിന്റെ റേസിസം കാരണം. Introspection and lasting impact of choices made in their past. പാസ്റ്റിൽ എടുത്തിരുന്ന ചോയ്സസിന്റെ ആ ഒരു ഇമ്പാക്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. പവർ ഓഫ് മ്യൂസിക് ആൻഡ് സെറ്റിംഗ് ആണ് അടുത്ത തീം. ജാസ് ക്ലബ് അറ്റ്മോസ്ഫിയർ ഒരു backdrop മാത്രമല്ല, it emphasizes emotional and cultural themes while providing a space for healing and introspection. അപ്പോൾ ആ ഒരു മ്യൂസിക് ഹീലിങ്ങിനെയും ഇൻട്രോസ്പെക്ഷനും ഒക്കെ ഉള്ള ഒരു സ്പേസ് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. Jazz music symbolizes resilience and creativity, serving as a stark contrast to racial rejection faced by the character and offering a means of confronting the past. Social pressure and personal choices are another theme. The novel explores the influence of societal pressures on personal decisions, particularly evident in Beth's rejection of diverse friendships in favor of conformity to racist social norms. The highlight in the role of society in shaping relationships and self-imagery, underscoring challenges individuals face in navigating societal expectations. Another theme, impact of time ആണ്. ചേഞ്ച് ഇൻ പെർസെപ്ഷൻ ഒരു emerge ചെയ്യാണ് as characters confront their passage of time and its effect on the relationships. ഈ സ്റ്റോറി എക്സാമിൻ ചെയ്യുന്നത് how time can both hurt and heal, reshaping relationships in unforeseen ways and prompting reflection on enduring impact of societal differences. ടൈമിന് രണ്ടും പറ്റും, ഹേർട്ട് ചെയ്യാനും പറ്റും, ഹീൽ ചെയ്യാനും പറ്റും. Also helps in reshaping relationships. Empowerment through self-expression അടുത്ത തീമാണ്. ഫിലോമിനയുടെ career as a jazz musician symbolizes personal empowerment and cultural acceptance, contrasting with Beth's conformity to social norms. ഫിലോമിന ജാസ് മ്യൂസിക് കൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവാണെങ്കിൽ on the other hand ബെത്ത് ഇപ്പോഴും സോഷ്യൽ നോംസ് ആയിട്ട് കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The narrative emphasizes the significance of individuality and personal triumph over societal constraints, highlighting the transformative power of embracing one's true self. Complexity of friendship ആണ് അടുത്ത theme. Particularly in the face of societal issues like racism, questioning whether relationships can withstand fundamental disagreements. ഫിലോമിനയുടെയും ബെത്തിന്റെയും ഫ്രാക്ചർഡ് ഫ്രണ്ട്ഷിപ്പ് ഒരു മെറ്റഫർ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത് for broader societal divides, prompting reflection on resilience and limitations of human connection. അടുത്ത തീം ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സും സിംബിളൈസ് ചെയ്യുന്നത് ചേഞ്ചും ഗ്രോത്തും ആണ്, വിത്ത് ബെത്ത് റെപ്രസെന്റിംഗ് ദ പോസിബിലിറ്റി ഓഫ് ഷിഫ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്സ് ഓവർ ടൈം. ഫിലോമിന എംബോഡിങ് റിസൈലിയൻസ് ആൻഡ് കൾച്ചറൽ പ്രൈഡ്. അപ്പോൾ ഫിലോമിന കൾച്ചറൽ പ്രൈഡും റിസൈലിയൻസും ഒക്കെ എംബോഡി ചെയ്യുന്നുണ്ട്. ബെത്ത് അവിടെ ട്രൈ ചെയ്യുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു ഹോപ്പ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്.
Their journeys underscores potential for individual and societal transformation, revealing the enduring truth of personal and social growth. Memory and nostalgia, വളരെ important ആയിട്ടുള്ള ഒരു തീമാണ്. Memory serves as a central theme, painting the characters past with nostalgia while also bearing the weight of unresolved issues. അപ്പോൾ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫിലോമിന ബെത്തിനെ കാണുന്നത്. അപ്പോൾ ആ പാസ്റ്റ് മെമ്മറീസിലേക്കും ചൈൽഡ്ഹുഡിലേക്കും ഒക്കെ പോവുകയാണ്. ഒരു നൊസ്റ്റാൾജിയ അല്ലെ ബിറ്റർ സ്വീറ്റ് മെമ്മറീസ് ഒക്കെ അവരുടെ പാട്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Explores how memories shape perception and interactions, keeping individuals connected to their past while also influencing their present experiences.